നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പേടിഎം പേയ്മെന്റ് ബാങ്കിനെതിരെ RBI വിപ്പടിച്ച് ഒരു ദിവസത്തിനു ശേഷം അതിന്റെ ഉപഭോക്തൃ അക്കൗണ്ടുകളിലേക്ക് UPI സേവനമോ മറ്റെന്തെങ്കിലും ബാങ്കിംഗ് സേവനമോ നൽകുന്നതിൽ നിന്ന് വിലക്കി. നിരവധി സ്റ്റാർട്ടപ്പ് സ്ഥാപകരും VCമാരും പേടിഎം CEOയും സ്ഥാപകനുമായ വിജയ് ശേഖർ ശർമ്മയെ പിന്തുണച്ചു. RBI നിയന്ത്രണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിൻടെക് സ്ഥാപനത്തിൽ ദുർവ്യാപകമായ സ്വാധീനം ചെലുത്തുകയും അതിന്റെ പേയ്മെന്റ് ബാങ്ക് ലൈസൻസ് അസാധുവാക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് പേടിഎം സിഇഒയ്ക്ക് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്നും വെറ്ററൻസിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കുന്നു. സ്ഥാപകരെന്നല്ല, ബാങ്കർമാരും വിശകലന വിദഗ്ധരും പോലും RBIയും വിമർശിക്കുകയും അതിന്റെ ഉത്തരവിനെ കഠിനമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത അപൂർവ സന്ദർഭങ്ങളിൽ ഒന്നാണിത്. 2022 മാർച്ചിൽ പുതിയ ഉപഭോക്താക്കളെ ഓൺബോർഡ് ചെയ്യുന്നത് നിർത്താൻ RBI പേടിഎം പേയ്മെന്റ് ബാങ്കിന് നിർദ്ദേശം നൽകിയിരുന്നു. 2024 മാർച്ചോടെ ഈ രംഗത്ത് നല്ല വാർത്തകൾ ലഭിക്കുമെന്നും പേടിഎം നേരത്തെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും നിരോധനം ഇതുവരെ സെൻട്രൽ ബാങ്ക് നീക്കിയിട്ടില്ല. വലിയ ഇന്ത്യൻ പേയ്മെന്റ് ബാങ്ക് രംഗത്ത് പേടിഎം എതിരാളികളായ എയർടെൽ പേയ്മെന്റ് ബാങ്ക്, ഫിനോ പേയ്മെന്റ് ബാങ്ക്, ജിയോ പേയ്മെന്റ് ബാങ്ക് എന്നിവ പേടിഎം പേയ്മെന്റ് ബാങ്ക് 2016 ഓഗസ്റ്റിൽ സംയോജിപ്പിച്ചപ്പോൾ 3 മാസത്തിനു ശേഷം സമാനമായ ഓഫറുമായി ജിയോ പിന്തുടർന്നു. ഓയിൽ ടു ടെലികോം കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഫിൻടെക് വിഭാഗമായ ജിയോ ഫിനാൻഷ്യൽ സർവീസ് രാജ്യത്തെ വളരെയധികം നിയന്ത്രിത ഫിൻടെക് മേഖലയിലേക്ക് ഗുരുതരമായ മുന്നേറ്റം നടത്തുന്ന സമയത്താണ് സെൻട്രൽ ബാങ്കിന്റെ ഏറ്റവും പുതിയ റെഗുലേറ്ററി വിപ്ലാഷ് വന്നിരിക്കുന്നത്. വിശകലന വിദഗ്ധരും മേഖലാ വിദഗ്ധരും പോലും ഫിൻടെക് ഡൊമൈനിലെ ഭീമാകാരന്റെ കടന്നുകയറ്റം പേടിഎമ്മിനും മറ്റുള്ളവർക്കും ഭീഷണിയായി കാണുന്നു. വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്കിടയിൽ റിവേഴ്സ് ഫ്ലിപ്പിംഗിനോട് താല്പര്യം വർദ്ധിപ്പിക്കുന്ന സമയത്താണ് VSS നേതൃത്വത്തിലുള്ള ഫിൻടെക്കിന്മേൽ കുരുക്ക് മുറുകാനുള്ള RBIയുടെ ഏറ്റവും പുതിയ നിലപാട്. ആയിരക്കണക്കിന് ബാങ്ക് അക്കൗണ്ടുകൾക്ക് നിയമാനുസൃതമായ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാതിരുന്നതാണ് പേടിഎം പേയ്മെന്റ് ബാങ്കിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഭാരതീയ റിസർവ് ബാങ്കിനെ പ്രേരിപ്പിച്ച മുഖ്യ കാരണങ്ങളിലൊന്നായി കാണുന്നത്. മതിയായ KYC രേഖകൾ പരിപാലിക്കാത്ത ഇത്തരം അക്കൗണ്ടിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായും കണ്ടെത്തി. ഇത്തരം അക്കൗണ്ടുകൾ കള്ളപ്പണം വെളുപ്പിക്കാനായി ഉപയോഗപ്പെടുത്തിയോ എന്ന് സംശയിക്കുന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ നടന്ന സൂക്ഷ്മ പരിശോധനയിൽ 1000-ലധികം ഉപഭോക്താക്കളുടെ ഒരേ പെർമനന്റ് അക്കൗണ്ട് നമ്പറിലേക്ക് പാൻ നമ്പർ ബന്ധപ്പെടുത്തിയിരുന്നതിനാൽ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നടന്ന ഓഡിറ്റ് പരിശോധനയിൽ ഇത്തരം അക്കൗണ്ടുകളുടെ പേരിൽ വ്യാജരേഖകളാണ് പേടിഎം ബാങ്ക് സമർപ്പിച്ചിരിക്കുന്നതും പിന്നീട് റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥരും ഓഡിറ്റർമാരും ചേർന്നുള്ള പരിശോധനയിൽ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഒരേ പാൻ നമ്പറിൽ ബന്ധപ്പെടുത്തിയിരുന്ന ചില ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഇടപാട് നടന്നിരുന്നതായി റിസർവ് ബാങ്ക് സംശയം പ്രകടിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ദേശീയ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിഷയം ധരിപ്പിച്ചിട്ടുണ്ടെന്ന് പേടിഎം പേയ്മെന്റ് ബാങ്കുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടെത്തലുകൾ ആഭ്യന്തര മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. പേടിഎം പേയ്മെന്റ് ബാങ്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഏതെങ്കിലും തരത്തിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തെളിവ് കണ്ടെത്തിയാൽ ബാങ്ക് അധികാരികൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷിക്കുമെന്നും കേന്ദ്ര റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്ര വിദേശ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചു. അതുപോലെ ഗ്രൂപ്പിനുള്ളിലും അനുബന്ധ കക്ഷികളുമായി നടത്തിയിട്ടുള്ള പ്രധാന ഇടപാടുകൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നതും പേടിഎം ബാങ്കിന് തിരിച്ചടിയായി. കൂടാതെ പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെയും മാതൃസ്ഥാപനമായ 197 കമ്മ്യൂണിക്കേഷൻസും തമ്മിൽ നടന്ന ഇടപാടുകളിൽ പാലിക്കേണ്ട രണനിർവഹണ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തിയെന്നും റിസർവ് ബാങ്ക് നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമുണ്ട്.